ശ്യാം, അങ്ങ് പറഞ്ഞതുപോലെ ആണെങ്കിൽ പോലും ഇത്രനാൾ മുഖ്യമന്ത്രിയെ നിയോഗിക്കുന്നത് തടയാൻ ലീഗിനായെങ്കിൽ നോക്കൂ, ഇത് ലീഗ് എന്ന് ഞാൻ എടുത്തു പറയുന്നത് ശ്യാം പറഞ്ഞ പോലെ വെറും ഒരു വെട്ടിച്ചെറ ഡയമണ്ടായി ലീഗിനെ കാണാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് തുടങ്ങിയത് ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ. സാധാരണഗതിയിൽ വീണ്ടും കീഴ്വഴക്കമാണ് ഞാൻ പറയുന്നത്, ഈ UDF-ലെ മര്യാദകളല്ല. ഉമ്മൻചാണ്ടി സർക്കാർ വരുമ്പോൾ ഏത് സർക്കാർ വന്നു കഴിഞ്ഞാലും അത് ഐക്യജനാധിപത്യ മുന്നണിയാവട്ടെ ഇടതുപക്ഷ മുന്നണിയാകട്ടെ, ആദ്യം നിയമസഭാ കക്ഷി നേതാവിനെ തീരുമാനിക്കുന്നു, ഓരോ കക്ഷിമാരുടെ നേതാക്കളെ തിരഞ്ഞെടുക്കുന്നു, മുന്നണി യോഗം ചേരുന്നു, മുന്നണി ഏകോപന സമിതിയിൽ അവർ തീരുമാനിക്കുന്നു, അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു, എത്ര മന്ത്രിമാർ, ആരൊക്കെ മന്ത്രിമാർ എന്നൊക്കെ. അത് കഴിഞ്ഞ് ഒന്നുകിൽ മുന്നണി കൺവീനറോ അല്ലെങ്കിൽ നേതാക്കന്മാരോ ഒന്നിച്ചിരുന്നിട്ട് ആ പ്രഖ്യാപനം നടത്തുന്നു. ഇവിടെ അത്തരം ഒരു നടപടിക്രമങ്ങളിലേക്കൊന്നും കടക്കുന്നതിന് മുമ്പ് പാണക്കാട്ടിരുന്ന് പ്രഖ്യാപിക്കുന്നു മന്ത്രിമാർ ആരൊക്കെയെന്ന് മാത്രമല്ല, അഞ്ചാമത്തെ മന്ത്രിയെ കൂടി പ്രഖ്യാപിക്കുന്നു. അഞ്ചാം മന്ത്രിയെ പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയതാണ് പരസ്യമായ ന്യൂനപക്ഷ പ്രീണനവും അതിന് കോൺഗ്രസ് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയും. അതിന്റെ തുടർച്ച ഈ ഭരണം വന്നാലും ഉണ്ടാകും എന്നുള്ള മുന്നറിയിപ്പ് പലപ്പോഴും ഉയർന്നിരുന്നു. കാര്യം, ഭരിക്കാനായി കാത്തിരിക്കുന്നവർ ഭരണത്തിൽ നിന്ന് അകന്നു നിന്ന 10 വർഷം അനുഭവിച്ച ആ ഒരു പീഡയുണ്ടല്ലോ, ആത്മപീഡ, നഷ്ടബോധം, അതിൽ നിന്ന് കരയേറി ഈ 10 വർഷം നടക്കാത്ത പോയ പലതും ചെയ്തു കൂട്ടി എടുക്കാനുള്ള വെമ്പലിൽ പലരും ഇരിക്കുന്നു. പലർക്കും പല ഉറപ്പുകളും കൊടുത്തിട്ടുണ്ടാവാം. ആ ഒരു അപകടം ഇപ്പോഴും നിലനിൽക്കുന്നില്ല. ശ്യാം, തീർച്ചയായും. കാരണം ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു രസകരമായൊരു കാര്യം, ഇതിങ്ങനെ നീണ്ടുപോകുന്നത് പിണറായി വിജയനെ സേഫ് ആക്കുക എന്ന് മാത്രമല്ല, പല ഫയലുകളും കത്തിക്കാനുള്ള സമയം കൂടി കിട്ടുകയാണ്, പല കാര്യങ്ങളും ഇല്ലാതാക്കാം. അപ്പോൾ എനിവേ, അത് മാത്രമല്ല, നേരത്തെ ചീഫ് എഡിറ്റർ സൂചിപ്പിച്ച പോലെ തന്നെ ഞാൻ പറയുന്ന പോയിന്റ്, ഒരുപക്ഷെ ലീഗിൻ്റെ ഒരു കൃത്യമായ ക്ലെയിം, അതിൻ്റെ ഒരു ശക്തി അത് കുറഞ്ഞു വരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ ജെൻസി കുട്ടികളോട് ചോദിച്ചാൽ അവർക്കറിയാം, ഒരു പ്രശസ്തമായ റീലുണ്ട്, ഈ കാട്ടാക്കടയിൽ എവിടെയുള്ള എന്ന് ചോദിക്കുന്ന റീലുണ്ട്. അപ്പോൾ അതിൽ ആ ഒരു ആക്സിഡൻറ്റ് നടക്കുകയാണ്, ഈ അപ്പം വന്ന് ചോദിക്കുകയാണ്, അതിനാരും വില കൊടുക്കുന്നില്ല. അപ്പോൾ ആ തരത്തിൽ ലീഗിൻ്റെ ഒരുപാട് പേര് ഇങ്ങനെ അഭിപ്രായം പറയുന്നുണ്ട്, അവിടുന്ന് ഇവിടുന്ന് ഒക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ഇടയ്ക്ക് ലീഗ് പറയുന്നുണ്ട് നിങ്ങൾ ആര് തീരുമാനിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ക്ലെയിം അതാണ്, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഈ 102 സീറ്റ് എന്ന നിലക്ക് കോൺഗ്രസിനെ വരച്ച വരയിൽ കൊണ്ടുവന്ന് പാണക്കാട് തറവാട്ടിലേക്ക് വരുത്തിച്ച് ഇതാണ് തീരുമാനം എന്ന് പറയാനുള്ള ഒരു റൈറ്റ്സ്, ആ ഒരു കരുത്ത് ലീഗിന് ചോരുന്നുണ്ട്. പക്ഷെ അതേപോലെ തന്നെ മറുവശത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ ഐസൻ ചേട്ടൻ പറഞ്ഞതുപോലെ ജമാഅത്തെ ഇസ്ലാമി ലീഗ് പിടിമുറുക്കുന്നുണ്ട്. അതൊരു വലിയ അപകടകരമായൊരു വസ്തുതയാണ്. SDPI ലീഗിൽ പിടിമുറുക്കുന്നുണ്ട്, ഒരു വല്ലാത്തൊരു അപകടമാണ്. അതുകൊണ്ടാണ് KM ഷാജിയുടെ മതമാണ് പ്രശ്നം എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പൊതു സ്വീകാര്യത കിട്ടുന്നത്. ലീഗിന്റെ വോട്ട് ബാങ്കിനെ മതേതര വോട്ടുകൾ എന്നാണ് കേരളം വിളിക്കുന്നത്. BJP 3 സീറ്റ് പിടിച്ചാൽ വർഗീയ ശക്തികൾ പിടിമുറുക്കുന്നു എന്ന നെറേറ്റീവ്, അതൊന്നുമല്ല, പക്ഷേ അവിടെയാണ് പ്രശ്നം. എന്റെ പോയിന്റ് അതാണ്. ഒരു അന്ന് താങ്കൾ പറഞ്ഞത് എന്താണ്, മതേതര വോട്ടുകൾ ഭിന്നിച്ചു പോകാതിരിക്കാൻ. അല്ല, എന്താണ് ഈ മതേതര വോട്ടുകൾ? അതിലാദ്യം എന്താണ് മതേതരത്വം, അതിനാദ്യം ഒരു വ്യക്തത തരട്ടെ. എന്താണ് മതേതര വോട്ടുകൾ? ഈ മാധ്യമ പ്രവർത്തകർ പോലും പറയാറില്ല മതേതര വോട്ടുകൾ അവിടെ കൂടുതലായതുകൊണ്ട് BJPക്ക് ഭയമുണ്ട്. അപ്പം നേമത്തും ചാത്തന്നൂരും കഴക്കൂട്ടത്തും ഒക്കെ BJPക്ക് വേണ്ടി വോട്ട് ചെയ്തൊക്കെ വർഗീയ ശക്തികളാണ്. ആ പാവപ്പെട്ട വോട്ടേഴ്സിനെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു നെറേറ്റീവാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ പോയിന്റ് ഇതാണ്, ഒരു വശത്ത് ലീഗിൻ്റെ ശക്തി കുറയുന്നു എന്ന് ഞാൻ തന്നെ പറയുന്നു, അതോടൊപ്പം തന്നെ ആ ശക്തി പിടിച്ചു കുലുക്കുന്നത് അല്ലെങ്കിൽ ആ ശക്തി വർദ്ധിപ്പിക്കാൻ ലീഗിലേക്ക് സ്വാഭാവികമായി പരിവർത്തനം ചെയ്യപ്പെടുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ തലച്ചോറാണ്, SDPIയുടെ എന്താ പറയുക, ആ ഒരു തരത്തിലുള്ള ഇടപെടലാണ്. അതാണ് അപകടകരം.